നേപ്പാളിലുണ്ടായ ഫ്ലാഷ് ഫ്ലഡ് ഒരുപാട് പേരുടെ ജീവൻ പോയിട്ടുണ്ട്. ഒരുപാട് പേരെ ഇനിയും കണ്ടുപിടിക്കാനുണ്ട്. ഇന്ത്യക്കാർ തന്നെ ഒരുപാട് പേര് മിസ്സിംഗ് ആണ്. മലയാളികൾ കുറേ പേര് ഇപ്പോഴും വീട്ടിലേക്കൊന്നും കോൺടാക്ട് ചെയ്യാൻ പറ്റാതെ പല സ്ഥലങ്ങളായി കുടുങ്ങി കിടക്കുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്താണ് വാട്ട് ഹാപ്പൻഡ് ഇൻ നേപ്പാൾ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പല ന്യൂസ് ചാനലുകളും പറയുന്നു ഇതിൻ്റെ പിന്നിൽ ചൈനയുടെ കറുത്ത കരങ്ങളുണ്ട് എന്നുള്ളത്. ഓക്കെ, ഒരു ക്ലൂ കിട്ടുന്നില്ല. എർത്ത് ക്യൂക്കാണോ വിഷയം? അതോ ഇനിയൊരു ഗ്ലേഷ്യർ കൊളാപ്സ് ഉണ്ടായോ? എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയയും കിട്ടാതെ നിൽക്കുമ്പോൾ നമ്മളിത് മൊത്തത്തിൽ ഞാൻ എൻ്റെതായ രീതിയിൽ സോഷ്യൽ മീഡിയയും ന്യൂസ് ചാനലൊക്കെ നോക്കിയിട്ട് എൻ്റെ ഒരു കൺക്ലൂഷനാട്ടോ ഞാൻ പറയുന്നത്. അല്ലാതെ ഇത് തന്നെയാണ് റൈറ്റ് എന്നൊന്നും ഞാൻ എവിടെയും ക്ലെയിം ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു ഗ്ലേഷ്യർ ലേക്ക് ഔട്ട്ബേസ്റ്റ് ഫ്ലഡ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് എനിക്കും പ്രത്യക്ഷത്തിൽ തോന്നുന്നൊരു സംശയം. ഓക്കെ, ഗോൾഫ് ആ ഒരു ഫിനോമിന എന്താണെന്നുള്ളതും പിന്നെ ഇനി ഫ്യൂച്ചറിൽ എന്തൊക്കെ സംഭവിക്കാം, നമ്മൾ എന്തൊക്കെ എക്സ്പെക്റ്റ് ചെയ്യണം എന്നുള്ളതും. ഗ്ലോബൽ വാർമിങ് ഏറ്റവും വലിയ ഇഷ്യൂ ആണ്, നമ്മൾ തന്നെ വരുത്തി വെച്ചതാണ്. സോ ഒട്ടും ഒരു പ്രകൃതി ദുരന്തത്തിനും സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിലടക്കം ഇനി വരും കാലഘട്ടങ്ങളിൽ നമ്മൾ ഈ ഫ്ലാഷ് ഫ്ലഡ് എപ്പോൾ വേണമെങ്കിലും ഒരു സ്ഥലത്ത് നടക്കാം എന്നുള്ളത് ചിന്തിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക എന്നേ മനുഷ്യന് ഇനി ചെയ്യാൻ പറ്റുള്ളൂ. എസ്പെഷ്യലി ഭയങ്കര എന്താ പറയുക സെൻസിറ്റീവ് ഏരിയാസാണ് നമ്മുടെ നേപ്പാൾ, ഹിമാലയൻ റീജിയനൊക്കെ. ഓക്കെ, അപ്പം ആ സ്ഥലങ്ങളിലൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള സെറ്റിൽമെൻറ്റ്സ് തുടങ്ങുക അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പുതിയ കൺസ്ട്രക്ഷൻസ് വരിക എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പം നേപ്പാളിന് വേറൊരു കാര്യമുണ്ട്. ബൈ 2025 അവർ ഡീഫോറസ്റ്റേഷനൊക്കെ ഭയങ്കര റിവേഴ്സ് ചെയ്തൊരു കൺട്രിയാണ് നേപ്പാൾ. ഓക്കെ, അതിൽ അവർ ഭയങ്കര എഫേർട്ട് എടുത്തിട്ടുണ്ട്. ബട്ട് ഓൺ ദ അതർ സൈഡ് ചൈന ഒരുമാതിരി മനുഷ്യരാശിയെ മൊത്തം വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഡെവലപ്മെൻറ്റ്സ് എന്നുള്ള പേരിലുള്ള പരിപാടികൾ അവർ മാത്രം മതി ലോകത്ത് എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും ചെയ്തു വെക്കുന്നുണ്ട്. പലതും ദുരൂഹമാണ്, പലതും പുറം ലോകത്തേക്ക് ആരും അറിയുന്നത് പോലുമില്ല. മീഡിയ വഴി വരുന്ന പല കാര്യങ്ങളും അതിൻ്റെ റിയാലിറ്റി അത് അങ്ങനെ തന്നെയാണോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഐഡിയ ഇല്ല. ചൈന എന്ത് ചെയ്യുന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ഐഡിയ നമുക്കില്ല. സോ നേപ്പാളിലെ ഈ ഫ്ലാഷ് ഫ്ലഡ് അതാണ് ടോപ്പിക്ക്. നമുക്ക് ആദ്യം ഞാൻ ഇന്ന് നോക്കുമ്പോൾ ഒരുപാട് ചാനലിൽ ഒരുപാടധികം കാര്യങ്ങൾ അവർ കൺക്ലൂഷനായിട്ട് പറയുന്നുണ്ട്, ഫൈൻഡിങ്സ് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി മാധ്യമം ചെയ്ത ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ ആണ് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ആദ്യം പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം കാഠ്മണ്ഡുവിന് വടക്ക് നേപ്പാൾ ചൈന അതിർത്തിയിൽ 4.4 തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭൂകമ്പം ഉണ്ടായി എന്നാണ് കരുതപ്പെട്ടിരുന്നത്. എന്നാൽ അമേരിക്കൻ ജിയോളജിക്കൽ സർവേ അത് പിന്നീട് തിരുത്തുകയുണ്ടായി. അതൊരു ഭൂകമ്പമായിരുന്നില്ല. ഭൂമി കുലുങ്ങിയത് കൊണ്ടല്ല കേട്ടോ ആ ദുരന്തമുണ്ടായത്, മറിച്ച് വൻ മലയിടിച്ചിലിന്റെ ആഘാതത്തിൽ ഭൂമി കുലുങ്ങുകയായിരുന്നു. ഏകദേശം 5.2 തീവ്രതയുള്ള ഭൂകമ്പത്തിന് തുല്യമായ ആഘാതമാണ് ആ മലയിടിച്ചിൽ ഉണ്ടാക്കിയതെന്നു സാരം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 17,000 അടി ഉയരത്തിലാണ് ആ വൻ ഹിമപാതം അഥവാ ഐസ് അവാലൻച് സംഭവിച്ചത്. 2,000 അടി വീതിയുള്ള ഒരു കൂറ്റൻ ഹിമപാളി അടർന്ന് 1 കിലോമീറ്ററോളം താഴേക്ക് പതിക്കുകയായിരുന്നു. ഒരു ബോംബ് സ്ഫോടനത്തിന് സമാനമായ അവസ്ഥയിലാണ് ആ ഹിമപാളി താഴേക്ക് പതിച്ചതെന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. ഇത്രയും ഉയർന്ന സ്ഥലത്ത് നിന്ന് വൻ ഹിമപാളി താഴേക്ക് വീഴുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ഊർജം അളവറ്റതാണ് കേട്ടോ. താഴേക്ക് പതിക്കുന്ന ശക്തിയിൽ ആ മഞ്ഞുകട്ടകൾ പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി വെള്ളവും ചെളിയുമായി മാറി. ഇത് ലാൻഡേഖോല നദിയിലേക്കും അവിടെ നിന്ന് പോട്ടോകോശി നദിയിലേക്കും കുത്തിയൊഴുകി. ഈ സമയം മൺസൂൺ കാലവും കൂടിയായതിനാൽ നദിയിൽ അതിനകം തന്നെ വലിയ തോതിൽ വെള്ളമുണ്ടായിരുന്നു. പാറക്കഷ്ണങ്ങളും മഞ്ഞും മണ്ണും കനത്ത മഴയിലെ വെള്ളവും ഒന്നിച്ചു ചേർന്നപ്പോൾ അതൊരു കൂറ്റൻ മഹാപ്രളയമായി മാറി താഴ്വരെ ഒന്നാകെ വിഴുങ്ങി. ഇതിനു മുമ്പും സമാനമായ ദുരന്തം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. 2021 ഇന്ത്യയിലെ ഉത്തരാഖണ്ഡിൽ 100-ലധികം ആളുകളുടെ ജീവനെടുത്ത ഹിമപാത ദുരന്തം ഇതിന് സമാനമായ ഒന്നാണ്. സാധാരണയായി ഹിമാലയൻ മേഖലകളിൽ ഉണ്ടാകാറുള്ള ഗ്ലേഷ്യ തടാക പൊട്ടിത്തെറി അഥവാ ഗ്ലേഷ്യ ലേക്ക് ഔട്ട്ബസ്റ്റ് ആണോ ഇതിനു കാരണമെന്ന് ചിലർ സംശയിച്ചിരുന്നു. അതായത് തടാകങ്ങളിലെ മഞ്ഞുരുകി ഉണ്ടാകുന്ന വൻ പ്രളയം. എന്നാൽ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പരിശോധിച്ച ജർമ്മൻ ശാസ്ത്രജ്ഞർ പറയുന്നത് ഈ വെള്ളപ്പൊക്കത്തിന്റെ പാതയിൽ അത്തരം വലിയ
മഞ്ഞ് തടാകങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ്. അതുപോലെ മഴ മൂലമുള്ള പ്രളയമാണെന്നും അവർക്ക് അഭിപ്രായമില്ല കേട്ടോ. കാരണം കഴിഞ്ഞ ആഴ്ചയിൽ അവിടെ അസാധാരണമായ തരത്തിൽ മഴ രേഖപ്പെടുത്തിയിട്ടില്ല എന്നതാണ് അതിന് കാരണം. നേരത്തെ പറഞ്ഞതുപോലെ മൺസൂൺ മഴ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും പക്ഷേ ശാസ്ത്രജ്ഞരെ ഇപ്പോഴും കുഴയ്ക്കുന്ന ഒരു കാര്യം അവിടെ സംഭവിച്ചിരിക്കുന്നു. ഈ വീഡിയോകളിലൊക്കെ കാണുന്ന പോലെ ആ ഭീമാകാരമായ വെള്ളത്തിന്റെ അളവ് എങ്ങനെ ഉണ്ടായി? ഇത് കേവലം ഹിമപാതം മാത്രമാണോ, അതോ ഇതിനു പിന്നിൽ മറ്റെന്തെങ്കിലും രഹസ്യങ്ങൾ കൂടി ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നതാണ് ഇന്ന് ശാസ്ത്രലോകം അന്വേഷിക്കുന്നത്. അതറിയാൻ കൂടുതൽ ഗവേഷണങ്ങൾ എന്തായാലും വേണ്ടിവരും. പല കാരണങ്ങൾ ഇതിനു പിന്നിലുണ്ടെങ്കിലും പ്രധാന വില്ലൻ ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവുമാണെന്നാണ് ശാസ്ത്രലോകം അടിവരയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവരുടെ ഈ ഒരു റിപ്പോർട്ടിംഗ് ഇത് കുറച്ചും കൂടി അടിപൊളിയായിട്ട് തോന്നി എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ അത് ഇവിടെ വെച്ചത്. ഇനി ഈ ചൈന എലമെൻറ്റ് നമുക്ക് അടുത്തത് കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാം. അതിനു മുമ്പ് ഈ ഫ്ലഡ് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു റൂട്ട് മാപ്പ് വേണമല്ലോ. അത് ഞാനിവിടെ നിങ്ങൾക്കൊരു മാപ്പ് വയ്ക്കാം. ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ മതി. ഇതിനകത്ത് ടിബറ്റ് ചൈന ഭാഗത്തുനിന്ന് നേപ്പാളിലേക്ക് വരുന്ന മേജർ റിവറുകൾ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ലാൻഡേ റിവർ ഉണ്ട്, ബോട്ടേഗോഷി റിവർ ഉണ്ട്. ഈ ബോട്ടേഗോഷിയും ലാൻഡേ റിവറുകൾ കൂടിയിട്ടാണ് ഇത് തൃശ്ശൂൽ എന്ന് പറഞ്ഞിട്ടുള്ള റിവറിലേക്ക് വന്നിട്ട് യോജിക്കുന്നത്. ഓക്കെ, തൃശ്ശൂൽ. ഈ തൃശ്ശൂലിൻ്റെയും ബോട്ടേഗോഷിയുടെയും നടുവിലുള്ള റസാവു ഡിസ്ട്രിക്റ്റിലാണ് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ ഇന്നലെ കണ്ട വിഷ്വൽസ് ഒക്കെ വന്നിട്ടുള്ളത് ഈ ഒരു റസാവു ഡിസ്ട്രിക്ട്സിൻ്റെ ആ ഒരു വിഷ്വൽസ് ആണ്. എസ്പെഷ്യലി നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ട് ചൈന നേപ്പാൾ ഇമിഗ്രേഷൻ്റെ അവിടുന്ന്. ഓക്കെ, അവിടുന്ന് ആ വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കൂടിയൊക്കെ വെള്ളം ചാടി വരുന്ന ആ ഒരു വിഷ്വലൊക്കെ നമ്മൾ കണ്ട് ആൾക്കാർ ഓടുന്നതൊക്കെ. ഈ വിഷ്വൽസ് കാണുമ്പോൾ തന്നെ സത്യത്തിൽ എനിക്ക് ഉള്ളിലെ പേടി എന്തായിരുന്നു അറിയോ? മുല്ലപ്പെരിയാറായിരുന്നു. ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ. ഇത് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചത്, മുല്ലപ്പെരിയാർ എങ്ങാൻ പൊട്ടിയ ഈ കണ്ടതിനേക്കാൾ ഇരട്ടിയായിരിക്കും അതിൻ്റെ ഒരു ഡിസാസ്റ്റർ നമ്മൾ കാണാൻ പോകുന്നത്. സോ അത് നമ്മൾ ആരും ഒട്ടും മറക്കാൻ പാടില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. സോ ഇതൊരു ഗ്ലേഷ്യൽ കൊളാപ്സ് ആണോ അതോ എർത്ത് ക്യൂക്ക് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം 4.4 മാഗ്നിറ്റ്യൂഡിൽ ഒരു എർത്ത് ക്യൂക്ക് ഉണ്ട് എന്നുള്ളതാണ് നേപ്പാൾ ഗവൺമെൻറ് ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ എർത്ത് ക്യൂക്ക് കാരണം അവിടെ എന്തായി, ലാൻഡ് സ്ലൈഡ് ഉണ്ടായി. അങ്ങനെ ഇങ്ങനെ ഒരു വലിയൊരു മാസീവ് വാട്ടർ ബോഡി എല്ലാം കൂടി ഒലിച്ചു വന്നു എന്നുള്ള രീതിയിൽ ആദ്യം നേപ്പാൾ ഗവൺമെൻറ് പറഞ്ഞെങ്കിലും പിന്നെ US ജിയോളജിക്കൽ സർവേ അവർ പറഞ്ഞു ഈ ഒരു എർത്ത് ക്യൂക്ക് 4.4 മാഗ്നിറ്റ്യൂഡിലൊരു എർത്ത് ക്യൂക്ക് ഉണ്ടാവാൻ തന്നെ കാരണം ഈ ഗ്ലേഷ്യൽ കൊളാപ്സ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ഇമ്പാക്റ്റ് കൊണ്ട് തോന്നിപ്പോയ ഒരു ഫ്രീക്വൻസിയാണ് അതെന്ന്. അല്ലാതെ ഈ എർത്ത് ക്യൂക്ക് കാരണം ഇതുപോലൊരു വലിയൊരു ഫ്ലഡ് ഉണ്ടായി എന്നല്ല. ഗ്ലേഷ്യൽ കൊളാപ്സ് ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ ഒരു എർത്ത് ക്യൂക്ക് പോലത്തെ ഒരു ഇമ്പാക്റ്റ് അവിടെ തോന്നിച്ചു എന്നുള്ളതുകൊണ്ട് എർത്ത് ക്യൂക്ക് എന്നുള്ളൊരു എലമെൻ്റ് ആദ്യം എന്ത് ചെയ്തു, എടുത്ത് മാറ്റാം. പിന്നെ ഇതിൽ പറയുള്ളത് ഐസ് റോക്ക് ആവലാഞ്ച് ആണ്. ഓക്കെ, ഐസ് റോക്ക് ആവലാഞ്ചിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഗ്ലോഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫിനോമിനേൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഈ ഗ്ലോഫ് ഫിനോമിനേൻ്റെ ഒരു വിഷ്വലാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. ഇത് ഹെലിഫിലോലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അവരുടെ വിഷ്വൽസാണ്. ഇവർ ഈ ഗ്ലേഷ്യൽ ഇതിൻ്റെ മുകളിൽ കൂടി ഔട്ട് ബേസ്റ്റ് ഉണ്ടാകുന്ന സമയത്ത്, ഇതേപോലെ ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട് ബേസ്റ്റ് ഫ്ലഡ് ഉണ്ടാകുന്ന സമയത്ത് അത് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഹെലികോപ്റ്റർ എടുത്തിട്ട് പോകുന്ന ഒരു ടീമാണ് ഇൻസ്റ്റാഗ്രാമിൽ. കുറച്ച് കാലം മുന്നേ തന്നെ ഇവരുടെ വീഡിയോസ് ഇങ്ങനെ വരുന്ന നമുക്ക് ഇത് നമുക്ക് വണ്ടറാണല്ലോ, നമ്മളിതൊന്നും കണ്ടിട്ടില്ലല്ലോ ഈ ഐറ്റൊന്നും. അതിങ്ങനെ കാണുമ്പോൾ ഭയങ്കര രസമായിട്ട് അത് AI ആണോ എന്നൊക്കെ നോക്കാൻ വേണ്ടി എടുത്തു വെച്ചത് ഇപ്പോൾ ഉപകാരപ്പെട്ടു എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇതുപോലെയാണ് ഈ ഗ്ലോഫ് ഉണ്ടാവുക. ഓക്കെ, അതായത് മാസീവ് ആയിട്ടുള്ള വലിയ ഗ്ലേഷ്യൽസിൻ്റെ സമ്മർ കൊണ്ടും നമ്മളുടെ ഗ്ലോബൽ വാർമിംഗ് കൊണ്ടുമൊക്കെ ഈ ഐസ് മെൽട്ടായിട്ട് തടാകം പോലെ വെള്ളം പോലെ അത് ഒരു സ്ഥലത്ത് ശേഖരിച്ചു വയ്ക്കും. അതിനുശേഷം അതിനൊരു നാച്ചുറൽ ബാരിയർ എന്നുള്ള പോലെ ഒരു ഡാം പോലെ ഓൾറെഡി ഇതിന്ന് വന്ന കുറച്ച് വെള്ളം ഇതിൻ്റെ ഫുഡ് സ്റ്റെപ്സിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ലേക്ക് പോലെ ഫോം ചെയ്യും. വീണ്ടും മോളിന്ന് ഇതേപോലൊരു ഗ്ലേഷ്യൽ കൊളാപ്സ് ഉണ്ടാകുന്ന സമയത്ത് ഇതെല്ലാം കൂടിയും തള്ളിപ്പിടിച്ച് ഈ ഓൾറെഡി ഉള്ള ലേക്ക് പോലെ ഫോം ചെയ്തൊരു ഡാം പോലെ ഫോം ചെയ്ത ആ ഒരു സാധനത്തിൻ്റെ ഉള്ളിലേക്ക് വന്ന് വീഴും. ഇത് ഒന്നാകെ പൊട്ടി ഒലിച്ച് താഴെ പോരും. ഓക്കെ, ഇതന്നെ ആയിരിക്കണം മേ ബി ഇവിടെ സംഭവിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു സംഗതി. പിന്നെ ഇതിൽ ഐസ് റോക്ക് ആവലാഞ്ച് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് ഈ ഐസ് റോക്ക് ആവലാഞ്ചിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നലെ ആ വന്ന വെള്ളത്തിൻ്റെ ഫോഴ്സിൽ വെള്ളം വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് അതിൽ ഐസ് ഉണ്ട്.
സ്നോ ഉണ്ട്, അതിനകത്ത് റോക്സ് ഉണ്ട്, സോയിലുണ്ട്, ആൻഡ് അതുപോലെ സെഡിമെൻ്റ് ആയിട്ടുള്ള കുറേ അധികം മരത്തിൻ്റെ കഷ്ണങ്ങളും അതേമാതിരി ചളിയും വലിയ വലിയ ഉരുളം പാറകളൊക്കെ ആയിട്ട് ഈ സാധനം അടിച്ചു കുത്തി വരികയാണ്. ഇത് എവിടെയോ ഈ പോലെ കെട്ടിക്കിടന്ന്, ഓക്കെ, ആദ്യം ഗ്ലേഷ്യൽ കൊളാപ്സ് നടന്ന് അതിനകത്തുനിന്ന് പോകുന്ന വെള്ളം മൊത്തത്തിൽ എവിടെയോ കെട്ടിക്കിടന്ന് അതൊരു നാച്ചുറൽ ഡാം പോലെ ഫോം ചെയ്ത് കിടന്നതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലൊരു വലിയ ആവലാഞ്ച്, ഐസ് ആവലാഞ്ച് ഉണ്ടാകുന്ന സമയത്ത്, ഒരു ഗ്ലേഷ്യൽ കൊളാപ്സ് ഉണ്ടാകുന്ന സമയത്ത് ഇതെല്ലാം കൂടി ഇടിച്ച് കുത്തിപ്പോരുകയാണ്. അതുകൊണ്ടാണ് ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ അത്ര അധികം എന്ത് വന്നേ, ഇമ്പാക്റ്റ്ഫുള്ളായിട്ടൊരു വാട്ടർ ബോംബ് മാതിരി വെള്ളം വന്ന് പോയിട്ടുള്ളത്. ഓൾറെഡി ഹിന്ദുക്കുഷ് റീജിയൻ മൊത്തത്തിൽ ഈ ഗ്ലേഷ്യൽസ് മൊത്തം ഉരുകി പോവുകയാണ് എന്നുള്ളത് കുറച്ച് കാലങ്ങളായിട്ടുള്ള സ്റ്റഡീസ് തെളിയിക്കുന്നുണ്ട്. ഗ്ലേഷ്യർ ഏരിയാസ് ഭയങ്കരമായിട്ട് ഡിക്ലൈൻഡ് ആണ്, ഓക്കെ, പഴയ പോലെയല്ല. അതൊക്കെ ഈ ഗ്ലോബൽ വാർമിംഗ് തന്നെയാണ് സീൻ ഇതിന്. ആൻഡ് ഈ ഒരു ഫിനോമിന ഒന്നും കൂടി നിങ്ങൾക്ക് കുറച്ചും കൂടിയും കൺവിൻസിങ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർമാഫ്രോസ്റ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ പെർമാഫ്രോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വിഷ്വലൂടെ കാണാം ഒരു ഫോട്ടോ. ഈ പെർമാഫ്രോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ പുറത്തുനിന്ന് വിഷ്വലി നോക്കുമ്പോൾ ഒരു പാറയോ കുന്നോ അല്ലെങ്കിൽ മെഡോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തോന്നും നമുക്ക്. പക്ഷെ ഇതിൻ്റെ അടിയിൽ മൊത്തം എന്താ പറയുക, മുകളിൽ ചളി, കല്ല്, മണ്ണ് അങ്ങനത്തേതായിരിക്കും, പുല്ല് എല്ലാം കാണും. പക്ഷെ സാധാരണ നമ്മുടെയൊക്കെ നാട്ടിലെന്താ, ഇതുപോലെ കുന്നിൻ്റെ അടിയിൽ കല്ലായിരിക്കും അല്ലെങ്കിൽ മണ്ണായിരിക്കും. പക്ഷെ പെർമാഫ്രോസ്റ്റ് എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ അടിയിൽ എന്താണെന്ന് അറിയാം, ഈ ഗ്ലേഷ്യർ ഐസായിരിക്കും, കാരണം റോക്ക് സോളിഡ് ഐസായിരിക്കും. ഈ സാധനം എന്ത് ചെയ്യുന്ന അറിയോ, മെൽട്ടായിട്ട് ഇതിനടിയിലൊക്കെ ഈ തടാകം പോലെ ഹ്യൂജ് വാട്ടർ ബോഡീസ് ഫോം ചെയ്യും. ഓക്കെ, അതന്നെ ഒരു സമ്മർ ടൈമിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു, ഇപ്പോൾ എർത്ത് ക്യൂക്ക് വന്നാലടക്കം ഇതിനൊരു ഇമ്പാക്റ്റ് സംഭവിച്ചാൽ ഇതൊന്നാകെ ഇടിഞ്ഞു കുത്തി താഴെ പോരും. അങ്ങനെയാണ് ഗ്ലോഫ് എന്ന് പറഞ്ഞുള്ള സാധനത്തിൻ്റെ പ്രതിഭാസത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൂടുന്നതും കൂട്ടത്തിൽ ഈ പറഞ്ഞ വലിയ വലിയ ചളി, കല്ല്, മണ്ണ്, മരം എന്നൊക്കെ ഈ സാധനങ്ങളുടെ ഒക്കെ ഒരു ഹ്യൂജ് മാസീവ് ബോഡീസ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു ഫിനോമിന തന്നെയാണ് തോന്നുന്നു ഇപ്പോൾ നേപ്പാളിനെ ഒന്നടങ്കം ഈ രീതിയിൽ ഒരു ദുരവസ്ഥയിൽ എത്തിച്ചത്. ഓൾറെഡി ജൻസി പ്രക്ഷോഭം അതും ഇതൊക്കെ ആയിട്ട് ആ നാട് മൊത്തത്തിൽ സഫർ ചെയ്തൊരു തിരിച്ചുവരവിൻ്റെ സമയത്താണ് ഇതുപോലുള്ളൊരു വലിയ പ്രകൃതി ദുരന്തം കൂടി അവർ നേരിടേണ്ട ഒരു അവസ്ഥ വന്നത്. ഇനിയിപ്പോൾ ചൈനയുടെ കാര്യം എടുത്ത് നോക്കുമ്പോൾ, ചൈന ഓൾറെഡി ഒരു വലിയ മെഗാ ഡാം പ്രൊജക്റ്റ് അവർ ഓൾറെഡി തുടങ്ങി വെച്ചിട്ടുണ്ട്. മെഡോഗ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ മെഗാ ഡാം പ്രൊജക്റ്റ്, അത് ഓൾറെഡി ലോക രാജ്യങ്ങൾ മൊത്തം ഒരു 2030 കൂടി തീരുന്ന ഒരു പ്രൊജക്റ്റാട്ടോ ഇത്. ഇത് ലോക രാജ്യങ്ങൾക്കൊക്കെ ഒരു വെല്ലുവിളിയാവും, അല്ലെങ്കിൽ ഭൂമിയുടെ എന്താ പറയുക മൊത്തമുള്ള ഇക്വിലിബ്രിയം തന്നെ ഇല്ലാതാക്കുന്ന രീതിയിൽ ഈ ഒരു പ്രൊജക്റ്റിന് കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതും, ഇത് ഇന്ത്യനെ ഭയങ്കര ഹാംഫുള്ളായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നുള്ളതൊക്കെ ഓൾറെഡി സ്റ്റഡീസ് പുറത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ ഗവൺമെൻറ് ആണെങ്കിലും വേറെ ലോകരാജ്യങ്ങളാണെന്നുണ്ടെങ്കിലും ഇവർ ഇത്രയും മാസീവായിട്ടുള്ളൊരു സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ച് അതിന്നൊരു പവർ പ്ലാന്റ് ഉണ്ടാക്കുന്ന പരിപാടി എവിടെയും തടയാനോ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനോ പോയിട്ടില്ല ചൈന. പിന്നെ ചൈന ആയതുകൊണ്ട് ഇനി ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള സാധനങ്ങൾ അഴിച്ചുവിടുമെന്നൊന്നും പറയാൻ പറ്റില്ല. അവർക്ക് ഈ ബയോ വാറൊക്കെ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതും അതിൻ്റെ കോൺസ്പിറസീസ് അവരുടെ തലയിലുള്ളത് കൊണ്ടും മേ ബി ചോദ്യം ചെയ്യില്ല ആരും എന്നുള്ളത് കൊണ്ടൊക്കെ ആയിരിക്കണം അവരുടെ പ്രൊജക്റ്റുകളൊന്നും ആരും അറിയാറുമില്ല. പുറം ലോകം അറിഞ്ഞ പ്രൊജക്റ്റുകളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അറ്റവും മൂല്യം മാത്രമേ നമ്മൾ അറിയാറുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ഏതോ മരുഭൂമി കൊണ്ടുപോയിട്ട് 3-4 ഷിപ്പ് ഉണ്ടാക്കി എന്നുള്ള കോൺസ്പിറസി ഒക്കെ ഉണ്ട്. റിയൽ ഓർ ഫേക്ക് ദാറ്റ് ഐ ഡോണ്ട് നോ. ഞാനിങ്ങനെ എവിടെയോ വായിച്ചു പോയ സമയത്ത് ഒരു വട്ടം കണ്ടതാണ്. അപ്പോൾ അങ്ങനത്തെയൊക്കെ കുറേ വിയേർഡായിട്ടുള്ള സാധനങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു ചൈനീസ് കൈ ഐ ഡോണ്ട് തിങ്ക് സോ, എനിക്ക് തോന്നുന്നില്ല. ഗ്ലോഫ് പോലത്തെ ഒരു പ്രതിഭാസം, ഒരു ഗ്ലേഷ്യൽ കൊളാപ്സ് ഉണ്ടായിട്ട് ആ ഗ്ലേഷ്യൽ കൊളാപ്സിൽ നിന്ന് ഒരു എന്താ പറയുക റോക്ക് ആവലാഞ്ച്, ഐസ് റോക്ക് ആവലാഞ്ചും കൂടി ആയപ്പോൾ ഇതെല്ലാം കൂടി കുത്തിയൊലിച്ച് താഴെ വന്ന പോലത്തെ ഒരു ഫീലാണ് ഇത് കാണുമ്പോൾ ഉണ്ടാകുന്നത്. പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സ് ഒക്കെ ഇനി ഒരുപാട് പേരിടാനുണ്ടാവും. ബട്ട് വൺ തിങ് ടു സേ, നമ്മൾ ഈ ഭൂമിയോട് ചെയ്യുന്ന എല്ലാം നമുക്ക് കർമ്മ പോലെ റിവേഴ്സായി തിരിച്ചടിക്കും, അത് ഷുവറാണ്. ഓക്കെ, ഇപ്പം തന്നെ നമ്മൾ നോക്കിയാൽ മതി, ഓരോ പ്രളയം വരുന്ന സമയത്തും നമ്മൾ എന്താണോ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുള്ളത്, കുപ്പി, പാട്ട, വേസ്റ്റ്, ഇതൊക്കെ തിരിച്ച് നമ്മളെ വീട്ടിൽ തന്നെ ഇട്ടിട്ട് പുഴയുടെ ഒഴുക്കി പോകും, ഇല്ലേ? അതാണ് സംഭവിക്കാറ്. സോ ഇത് പ്രകൃതിയുടെ തിരിച്ചടിയാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു നേച്ചർ ഉണ്ട്, നേച്ചറിന് ഒരു അതിൻ്റേതായിട്ടുള്ള ലോ ഉണ്ട്.
ആ ലോയ്ക്ക് വിപരീതമായിട്ട് നമ്മൾ എന്ത് ചെയ്താലും, എന്ത് കൺസ്ട്രക്ഷൻ ചെയ്താലും, ഒന്നാമത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹിന്ദുക്കുഷ് റീജിയൻ ഭയങ്കര വോണറബിൾ ആയിട്ടുള്ള ഒരു പ്ലേറ്റാണ്. ആ ഒരു സ്ഥലത്തൊക്കെ കൊണ്ടുപോയിട്ട് മാസീവായിട്ടുള്ള കുറേ സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കി ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ സെറ്റിൽമെൻറ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ ചെയ്യുമ്പോൾ അത് ആ ടെറൈൻ താങ്ങുന്നുണ്ട്. ഇതൊന്നും നോക്കുന്നില്ല. ഇപ്പം നേപ്പാൾ ഓബിയസ്ലി അവരുടെ ഫോറസ്റ്റൊക്കെ അവരെന്ത് ചെയ്ത് കൺസർവേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ബട്ട് കമ്മിങ് ടു ഇന്ത്യ സൈഡ് ആൻഡ് ചൈന സൈഡ്, നമുക്കെപ്പോഴും ഡെവലപ്മെൻറ്റ് വേണം, റോഡ്സ് വേണം, നമ്മളതാണ്. പക്ഷേ ഈ ചെയ്യുന്ന ഡെവലപ്മെൻറ്റ്സൊക്കെ പ്രകൃതിയോട് ഇണങ്ങിക്കൊണ്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. ചൈന പിന്നെ അവരുടെ വഴിക്കാണ്, പ്രകൃതിനെയും കൂടി അവരെ വഴിക്കാക്കുന്നു എന്നുള്ള വാശിയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ്സ് നമുക്കറിയാലോ. നമുക്ക് പിന്നെ ഡെവലപ്മെൻറ്റ് മതി. നമ്മുടെ ഡൈവേഴ്സിറ്റി, നമ്മളുടെ എക്കോസിസ്റ്റം, നമ്മുടെ നേച്ചർ, ഇതൊക്കെ എങ്ങനെ കൺസർവ് ചെയ്യണമെന്നൊന്നും അതൊന്നും നമുക്കില്ല. നമുക്ക് ജസ്റ്റ് 4 ആളെ കാണിക്കാൻ 10 ബിൽഡിങ്ങും 10 റോഡും ഉണ്ടാക്കണം എന്നുള്ളൊരു മൂഡ് മാത്രമാണ്. നേപ്പാളിനെ എഫക്റ്റ് ചെയ്താൽ ഡെഫിനറ്റ്ലി ഇന്ത്യനെ എഫക്റ്റ് ചെയ്യും. അതങ്ങനെയാണ്. അപ്പോൾ പിന്നെ ഇങ്ങനത്തെയൊക്കെ ഫ്ലാഷ് ഫ്ലഡ് പോലത്തെ സാധനങ്ങൾ ഇങ്ങനെ നിരന്തരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതെവിടെയും സംഭവിക്കാം കേട്ടോ. ഇതിനിപ്പോൾ അവിടെ മാത്രമേ സംഭവിക്കുന്നൊന്നുമില്ല. ചിലപ്പോൾ നമ്മളെവിടെയും മേഘവിസ്ഫോടനം ഉണ്ടാവും, ഫ്ലാഷ് ഫ്ലഡ് വരും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എങ്ങനെ തടയും നമ്മൾ? അല്ലെങ്കിൽ ഇതൊക്കെ ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്യുന്ന രീതി. ഇവിടെ മഴേനെ വരെയൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പ്രെഡിക്റ്റ് ചെയ്താൽ തന്നെ അതിന് അത്ര സീരിയസ്നെസ്സിൽ ആരും എടുക്കുന്നില്ല. ഇവിടുത്തെ അവസ്ഥ അതാണല്ലോ. ഇനി ഒന്നും വേണ്ടേ, മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞ സാധനം ഇത്ര വർഷമായിട്ട് തലേൻ്റെ മുകളിൽ ഇരുന്നിട്ട് അതിനെക്കുറിച്ച് ഘോര ചർച്ച നടക്കുന്നത് ഈ മഴക്കാലം വരുമ്പോൾ മാത്രം. അല്ലാതെ തമിഴ്നാടും കേരളവും തമ്മിൽ ഇപ്പോഴും പോട്ടാപ്പോട്ടി അടിച്ചുകൊണ്ടിരിക്കുക. അതിനടിയിൽ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ പുല്ല് വില, അവരുടെ ലൈഫിനൊക്കെ പുല്ല് വില. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അപ്പോൾ ആളുകൾ ഇനിയൊരു ഫ്ലാഷ് ഫ്ലഡ് പ്രതീക്ഷിച്ച് ജീവിക്കണമെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഫ്ലാഷ് ഫ്ലഡ് മാത്രമൊന്നുമില്ല, ഒരിക്കലും ഭൂമികുലുക്കം വരാത്ത സ്ഥലങ്ങളിൽ ഭൂമികുലുക്കം വരാം ഇനി മുതൽ. അങ്ങനെ പലതും സംഭവിക്കാം. ഓക്കെ, ഒന്നും വേണ്ട, നമ്മുടെ മഴക്കാലം തന്നെ നിങ്ങൾ നോക്ക്. സാധാരണ രീതിയിൽ സ്കൂൾ തുറക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് അങ്ങനെയാണല്ലോ അല്ലേ, ജൂണൊക്കെ ആകുമ്പോഴത്തേക്ക് മഴ പെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾക്ക് കോട്ടും കൂടെയൊക്കെ കൊടുത്തു വിടും. ഇപ്പം ജൂണിലൊന്നുമില്ല, അപ്പൊക്കെ തള്ളി ഇങ്ങോട്ട് ഓഗസ്റ്റ് തുടക്കത്തിലും ജൂലൈ ലാസ്റ്റൊക്കെ ആയിട്ട് അപ്പോൾ മഴ പെയ്യുന്നുള്ളൂ. അപ്പം നമ്മളുടെ തന്നെ ടെമ്പറേച്ചർ മൊത്തത്തിൽ മാറുകയാണ്, സീസൺസ് മാറുകയാണ് നമ്മളുടെ. അതിനൊക്കെ ഇപ്പോൾ സമ്മറിന് വലിപ്പം കൂടുകയാണ്. സമ്മർ കൂടിക്കൊണ്ടിരിക്കുക, മഴക്കാലം കുറഞ്ഞു സമ്മർ കൂടുന്നു. ഈ കുറഞ്ഞ മഴക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മഴയായിരിക്കും. മഴ എന്നൊക്കെ പറഞ്ഞാൽ ഇടിച്ചു കുത്തി മഴ പെയ്യും. അപ്പം ആ ഒരു അവസ്ഥ ഉള്ളപ്പോൾ ഇവിടെ പല കാര്യങ്ങൾക്കും പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഗവൺമെൻറ്. ബട്ട് ഈ നേച്ചറിനെ എങ്ങനെ കൺസർവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡീസോ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള എഫേർട്സോ പ്രത്യേകിച്ച് ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. സോ വരും കാലഘട്ടത്തിൽ ഓരോ മനുഷ്യനും സ്വന്തമായിട്ട് പ്രകൃതിയെ സ്നേഹിച്ച് തുടങ്ങിയാൽ മാത്രമേ ഇനി വരുന്ന തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ മര്യാദയ്ക്ക് പറ്റൂ. അല്ലാത്ത പക്ഷം പ്രകൃതി തിരിച്ചടിച്ചുകൊണ്ടിരിക്കും, അത് ഉറപ്പാണ്. എസ്പെഷ്യലി നമ്മൾ ഇപ്പോൾ തീർത്ഥാടനമാണ് ഈ ഏരിയാസിലൊക്കെ, ടിബറ്റ്, ഈ നേപ്പാൾ, ആ ഏരിയ ഒക്കെ കൂടുതലായിട്ട് തീർത്ഥാടനമാണല്ലോ. കുറേ ആൾക്കാർ പോകുന്നുമുണ്ട്. കേരളത്തിൽ നിന്നൊക്കെ ഇപ്പോൾ ഭയങ്കര കൂടുതലാണ് അല്ലേ, മാനസരോവർ കാണാനും അതൊക്കെ കാണാൻ വേണ്ടി ആൾക്കാർ ഭയങ്കരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ ഈ പോകുന്ന പിൽഗ്രിംസിൻ്റെ ആൾക്കാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ടുള്ള അതൊക്കെ താങ്ങാൻ മാത്രം കപ്പാസിറ്റി ഉണ്ടോ എന്ന് ആദ്യം അറിയണം. അത്രയും ആളുകളെ, അത്രയും വെഹിക്കിൾസ്, മനസ്സിലായോ? ഇതൊക്കെ പോകുമ്പോൾ അവിടെ ഉണ്ടാക്കുന്ന പൊല്യൂഷൻ്റെ അളവും ഭയങ്കര കൂടുതലായിരിക്കും. അപ്പം ആകെ മൊത്തം അങ്ങനെ എന്താ പറയുക, കുറച്ച് ഒരു ഓർഗനൈസ്ഡ് അല്ല ഒന്നും. ഓക്കെ, അതുകൊണ്ട് തന്നെ പ്രകൃതിയുടെ ഇങ്ങനത്തെ ദുരന്തങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ ഇതൊക്കെ ഉണ്ടാവും. ആൻഡ് ഇനി എത്ര പേര് ഇതിൽ പെട്ടു നമുക്കറിയില്ല. ഒഫീഷ്യൽ കൗണ്ടിനൊന്നും ഇത് നിൽക്കും തോന്നുന്നില്ല. എനിക്കൊരു 1000-2000 മുകളിൽ ഇത് ആൾക്കാരെ കൗണ്ട് പോകാനേ ചാൻസ് ഉള്ളൂ. സേഫായവർ രക്ഷപ്പെട്ട് തിരിച്ചു വരട്ടെ. അല്ല, ഇനി അവിടെ പോകുന്നവർ സേഫായിട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാണാൻ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നുണ്ട് എനിക്കൊക്കെ അല്ലേ, ടിബറ്റ്, നേപ്പാളൊക്കെ. ഇനിയിപ്പോൾ പേടിയാണ്. ഇനി ഇതുകൊണ്ട് തന്നെ പൊതുവേ മോളിക്ക് ചിന്തിക്കുമ്പോൾ തന്നെ ഇപ്പോൾ പേടിയാണ് അല്ലേ, ആകെ മൊത്തത്തിലൊരു പേടിയുണ്ട്. ലെറ്റ്സ് സീ, ഇനിയൊരു ഡിസാസ്റ്റർ ഉണ്ടാവാതിരിക്കട്ടെ. എന്തെങ്കിലും രീതിയിലുള്ള കരുതലുകൾ ഗവൺമെൻറ്റും പിന്നെ ഇതിനെക്കുറിച്ച് അറിയുന്ന പഠനങ്ങൾ നടത്തുന്നവരൊക്കെ എടുത്താൽ അത്രയും നല്ലത്.